ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ലച്ചുട്ടിയുടെ വിദ്യാരംഭം ചടങ്ങാണ്. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിലാട്ടോ. അങ്ങനെ വെളുപ്പിന് ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 6:30 ആയപ്പോഴത്തേന് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ, ചെങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ പനച്ചിക്കാട് വരെ. ഇത് കോട്ടയം ജില്ലയാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അമ്പലം. എല്ലാവർക്കും നമ്മൾ ഒരുപാട് എന്താ പറയുക, പ്രസിദ്ധമായൊരു അമ്പലമാട്ടോ ഈ ദക്ഷിണ മൂകാംബിക. അപ്പോൾ ഇവിടെ വന്ന് കുഞ്ഞിനെ എഴുത്തിനിരുത്തണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വിജയദശമിക്ക് എഴുതണമെന്നും പറഞ്ഞിട്ടിരുന്നതാണ്. പക്ഷേ നമുക്ക് തിരക്ക് കാരണം അവിടെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിന് മുന്നേ നമ്മൾ കുഞ്ഞിനെ എഴുതിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി വഴിപാടൊക്കെ നടത്തണമായിരുന്നു. വഴിപാടൊക്കെ നടത്തിയ ശേഷം കേട്ടോ അവിടെ എഴുതിക്കുന്നത്. അവിടെ എല്ലാം തൊഴുത് മഹാവിഷ്ണുവിൻ്റെ അവിടെ പോയി നമ്മൾ വഴിപാടൊക്കെ നടത്തണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഒരു ഗുരുനാഥനുണ്ട്. പുള്ളിക്കാരനാണ് നമുക്ക് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് എഴുതിക്കും. നാക്കിൽ പൊന്ന് വെച്ചിട്ടാട്ടോ എഴുതിക്കുന്നത്. അതിനുശേഷം നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്ത് പിന്നെ കുഞ്ഞിൻ്റെ ഓരോ ബുദ്ധിശക്തിയുടെ കാര്യവും വളർച്ചയുടെ കാര്യവും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും കേട്ടോ. നമ്മളിങ്ങനെ കേട്ടിരിക്കാൻ പറ്റും. അവരുടെ പഠിത്തത്തെക്കുറിച്ചും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ ചെന്ന് ആ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് അക്ഷരമൊക്കെ എഴുതിച്ച്. പുള്ളിക്കാരി വലിയ ബഹളമൊന്നും ഇല്ലായിരുന്നു, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ആൾ നല്ല സ്മാർട്ടായിട്ട് തന്നെ ഇരുന്ന് അക്ഷരമൊക്കെ എഴുതി. ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു ഇരുന്ന് കരയുമായിരിക്കുന്നു, പക്ഷെ ആൾ കരഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൂപ്പനും ഉണ്ടായിരുന്നു കൂടെ. അപ്പൂപ്പന് അടുത്തിരിപ്പുണ്ട്, അമ്മൂമ്മ അവിടെ ഉണ്ട്. അമ്മൂമ്മ വീഡിയോ എടുത്ത് തരുന്നുണ്ട്, അമ്മൂമ്മയെ കാണാനില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അക്ഷരമൊക്കെ എഴുതി ദക്ഷിണയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും എഴുതാം കേട്ടോ. എല്ലാവർക്കും അവിടെ എഴുതാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് എത്ര വലിയ ചെറുത് തൊട്ട് എത്ര വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും എഴുതാം. ഞങ്ങളെല്ലാവരും അവിടെ അക്ഷരമൊക്കെ എഴുതി. പണ്ടങ്ങോ എഴുതിയതല്ലേ, അപ്പോൾ ഒന്നും കൂടെ എഴുതണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അക്ഷരമൊക്കെ എഴുതി. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഓടി നടന്ന് കണ്ടു. പ്രത്യേക ഒരു ഭംഗി അവിടെ കാണാനാണെങ്കിലും പ്രത്യേക ഒരു ഇതാട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ വന്ന് അക്ഷരം എഴുതിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ 365 ദിവസം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് എഴുതാൻ പറ്റും. എല്ലാ ദിവസവും സൺഡേ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളും ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളെ അക്ഷരം എഴുതിക്കാൻ പറ്റും. പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വന്ന് റെസിപ്റ്റ് എടുത്ത ശേഷം അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിജയദശമി സമയത്ത് നമുക്ക് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. കാരണം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എത്ര പേര് ബുക്ക് ചെയ്യുന്നോ അവർക്ക് മാത്രമേ നമുക്ക് അവിടെ പോയി എഴുതാൻ പറ്റൂ. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തൊഴുത് കുഞ്ഞുങ്ങളെ എഴുതിക്കാനും പറ്റും. അപ്പോൾ വിജയദശമിയൊക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.